അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ദുൽഹിജ്ജ 11 ഹാജിമാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലിപ്പിലൂടെ പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളിൽപ്പെട്ട ദുൽഹിജ്ജ 11 ഹാജിമാർ ളുഹറിന് ശേഷം ജംറകളിലേക്ക് പോകുന്നു. 21 വളരെ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് ജംറകളിലേക്ക് പോവുക. ആദ്യം ജംറത്തുസ് സുഗറയിൽ 7 കല്ലുകൾ എറിയുക. ഓരോ കല്ലുകളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയേണ്ടത്. ജംറത്തുസ് സുഗറയിൽ എറിഞ്ഞതിന് ശേഷം തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് ജംറത്തുസ് സുഗറ ഇടത് ഭാഗത്ത് ആകുന്ന രൂപത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ജംറത്തുൽ വുസ്തയിൽ 7 കല്ലുകൾ എറിയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കല്ലുകളും എറിയേണ്ടത്. ജംറത്തുൽ വുസ്തയിൽ എറിഞ്ഞതിന് ശേഷം തിരക്കുകളിൽ നിന്ന് മാറി നിന്ന് ജംറത്തുൽ വുസ്ത വലതുഭാഗത്താകുന്ന രൂപത്തിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുക. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കല്ലുകളും എറിയേണ്ടത്. ജംറത്തുൽ അഖബയിൽ എറിഞ്ഞതിന് ശേഷം അവിടെ പ്രാർത്ഥനയില്ല. മിനയിലേക്ക് തന്നെ തിരിച്ചു പോവുക. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി നമ്മളുടെ ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.